ഗും ഗുരുഭ്യോ നമഃ. പ്രണാമം. അധ്യായം 2. ശിവപുരാണ മഹാത്മ്യ വർണ്ണനം. കഴിഞ്ഞ ദിവസം 1-ാം അധ്യായത്തിൽ ചർച്ച ചെയ്തതിൻ്റെ ഉത്തരമായാണ് ഈ അധ്യായം മുന്നോട്ടു പോകുന്നത്. അത് ഇപ്രകാരമാകുന്നു. ശിവനെ സ്തുതിച്ചുകൊണ്ട് മുപ്പാരിൽ ഹിതം ചെയ്യുന്ന ഈ ചോദ്യത്തിന് സൂതൻ മറുപടി പറഞ്ഞു. ഈ പുരാണം ചതുർവർഗ ഫലങ്ങളായ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളെ നൽകുന്നതും വായിച്ചാൽ തന്നെ സദ്ഗതി ഉണ്ടായിടുന്നതും കലി, ഭയം, ബ്രഹ്മഹത്യ തുടങ്ങിയ ദോഷപാപങ്ങളെ അകറ്റുന്നതുമാണ്. ഈ പുരാണം പാലിൽ ഉദിക്കും വരെ മാത്രമേ പാരിടത്തിൽ തീർത്ഥസ്നാനങ്ങൾ, മന്ത്രജാലങ്ങൾ, ക്ഷേത്രജാലങ്ങൾ, സിദ്ധാന്തങ്ങൾ, ദാനം, ദേവവർഗം, പുരാണബലി എന്നിവയ്ക്ക് ഒക്കെയും യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുകയുള്ളൂ. ഈ പുരാണം മുഴുവനായി ഓതാൻ കഴിയില്ലെങ്കിലും വ്യാസൻ പണ്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞു തരാം മുനിമുഖ്യരെ. ഈ പുരാണം വായിക്കുകയോ അർച്ചന ചെയ്യുകയോ കേൾക്കുകയോ നമിക്കുകയോ സ്വയം എഴുതുകയോ ചെയ്താൽ പാപങ്ങൾ പോയി പുണ്യം വന്ന് ജീവമുക്തരായി ഭവിച്ചിടുന്നതാണ്. ചതുർദശിക്ക് ഉപവസിച്ച് ഇത് ജപിക്കുകയോ അതേ ദിവസം ഉറങ്ങാതെ വായിക്കുകയോ ചെയ്താൽ, അല്ലാത്ത പക്ഷം ശ്രവിക്കുകയോ ചെയ്താൽ സൂര്യതുല്യ ശോഭയും ധനവും തീർത്ഥസ്നാന പുണ്യവും വ്യാസാദികളുടെ അനുഗ്രഹവും ഇന്ദ്രാദികളുടെ സംരക്ഷണവും ലഭിക്കുന്നതാണ്. രുദ്രസംഹിത ശ്രദ്ധിച്ചു വായിച്ചാൽ ബ്രഹ്മഹത്യ 3 നാളുകൾ കൊണ്ട് അകലുകയും ഭൈരവ പ്രതിമ ചുവട്ടിൽ മൗനമായി വായിച്ചാൽ കാമങ്ങളൊക്കെയും നേടാം എന്നതുമാണ്. ആലിനെയോ കൂവളത്തിന് വലം വെച്ച് വായിച്ചാൽ ബ്രഹ്മഹത്യ അകന്നിടും. കൈലാസ സംഹിത വായിച്ചാൽ പരലോക ഫലങ്ങളും ബില്വമൂലത്തിൽ വായിച്ചാൽ സാക്ഷാൽ ശിവൻ തന്നെയായിടും. മറ്റ് സംഹിതകൾ സർവ കാമഫലം തരുന്നതാണ്. ലീലയും ജ്ഞാനവും ചേരുന്നതിനാൽ ഈ 2 സംഹിതകൾ അത്യുത്തമമാണ്. ശിവപുരാണ മഹാത്മ്യ വർണ്ണനം എന്ന അധ്യായത്തെക്കുറിച്ചുള്ള ചർച്ച തുടരുന്നതാണ്. ഗും ഗുരുഭ്യോ നമഃ.